24 എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് ഇനി. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തി. വോട്ടേഴ്സിനോട് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നാണ് ലീഗ് നേതാവ് പി അബ്ദുൽ ഹമീദ് 24നോട് പറഞ്ഞത്. 4 ആള് കൂടുന്നിടത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നും പി അബ്ദുൽ ഹമീദ് പറഞ്ഞു. അല്ല, എല്ലാവരും ചോദ്യം ഇതാണ്. എല്ലാവരും അസംതൃപ്തരാണ്. ചോദ്യം എന്നുള്ളതിൽ അവരുടെ അസംതൃപ്തി അവരുടെ വാക്കിൽ നിന്ന് പ്രകടമാണ്. അവരെ മുഖത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഇതിനാണോ നിങ്ങൾ UDF വോട്ട് ചെയ്തത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ എവിടെ പോയാലും, ചായപ്പിടിയിൽ പോയാലും അവിടെ സംസാരം അതാണ്. നേരെ മറിച്ച് നാട്ടിൻ പുറങ്ങളിൽ ചെന്നാൽ ഇതാണ് സംസ്കാരം. 4 ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതാണ് സംസ്കാരം, ഇതാണ് സംസാര വിഷയം. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഒരുപക്ഷെ എല്ലാ ഘടകകക്ഷികൾക്കുമുള്ള ഒരു അഭിപ്രായമാകാം ഇത്. ഇത്ര രൂക്ഷമായൊരു പ്രതികരണം വരുന്നത് ഇതാദ്യമായാണ്. തീർച്ചയായും അനുജ, മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തി ഉണ്ട് എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി അബ്ദുൽ ഹമീദ് മാസ്റ്ററുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു സംസ്ഥാന നേതാവിന്റെ അതേ പരിഗണനയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നേതൃത്വം എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, കോൺഗ്രസിനോട് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഈ വലിയൊരു ഫലം, 102 സീറ്റുകളുടെ ഒരു മാൻഡേറ്റ് ജനങ്ങൾ നൽകിയിട്ടും 4 ആൾ കൂടുന്നിടത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അവിടെ എത്തുമ്പോഴൊക്കെ ആളുകൾ ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങളെ വിജയിപ്പിച്ചത്? ഇത്ര വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചിട്ടും ഒരു സർക്കാർ ഉണ്ടാക്കാൻ, മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ 8 ദിവസം കഴിഞ്ഞിട്ടും സാധിക്കുന്നില്ലല്ലോ എന്നുള്ള കടുത്ത വിമർശനം വോട്ടർമാർ ഉന്നയിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കുക എന്നാണ് അബ്ദുൽ ഹമീദ് മാസ്റ്റർ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉയരുന്നത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പൊതുവികാരമാണ്. ഈ വിജയിച്ച മലപ്പുറം ജില്ല എന്ന് പറയുന്നത് 16 സീറ്റുകളും പിടിച്ചെടുത്ത ഒരു മണ്ഡലമാണ്. അവിടുത്തെ ചുമതല തന്നെ അദ്ദേഹത്തിനാണ് ഉണ്ടായിരുന്നത്, തെരഞ്ഞെടുപ്പ് ചുമതല തന്നെ അദ്ദേഹത്തിനാണ് ഉണ്ടായിരുന്നത്. ഈ വിജയിച്ച MLA-മാരുടെ വിജയാഹ്ലാദ പ്രകടനം പോലും നടത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ആളുകളോട് പറയുമ്പോൾ, സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരോട് പറയുമ്പോൾ, ഞങ്ങൾക്കതിന് ആവേശമില്ല, ഞങ്ങൾക്കതിന് താല്പര്യമില്ല, മുഖ്യമന്ത്രിയൊക്കെ വരട്ടെ, അതിനുശേഷമാകാം ആഹ്ലാദ പ്രകടനം എന്നുള്ളതാണ് ലീഗ് അണികൾ പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെ നീണ്ടുപോകാൻ കഴിയില്ല. പുതിയ ഗവൺമെന്റിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തങ്ങൾക്ക് നിവർത്തിയെടുക്കാനുണ്ട്. പക്ഷെ അതിനൊന്നും സാധിക്കാത്തൊരു സാഹചര്യം നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. ജനങ്ങൾ തന്ന ഈ വിജയം മറന്നുകൂടാ. അതായത് ജനങ്ങൾ നൽകിയ വിജയത്തോളം വലിപ്പം ഈ നേതാക്കൾക്കില്ലാതെ വരുന്നു. അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പലപ്പോഴും ഇത്ര വലിയ വിജയം വേണ്ടിയിരുന്നില്ല എന്ന് പോലും വോട്ടർമാർ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയിപ്പോൾ ആഘോഷമൊന്നും വേണ്ട. നമ്മൾ ഈ MLA-മാരുടെ വിജയാഹ്ലാദത്തിന് വേണ്ടി ആളുകളെ ബന്ധപ്പെടുമ്പോൾ, സാധാരണക്കാരായിട്ടുള്ള നാട്ടിൻ പുറങ്ങളിലെ പ്രവർത്തകരെ ബന്ധപ്പെടുമ്പോൾ, ഇനിയിപ്പോൾ ആഘോഷമൊന്നും വേണ്ട, മുഖ്യമന്ത്രി ആദ്യം വരട്ടെ, അതിനുശേഷമാകാം ഈ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ എന്നുള്ള നിലപാടിലേക്ക് അണികൾ എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ അനന്തമായി വൈകുന്നതിൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾക്ക്, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും PK കുഞ്ഞാലിക്കുട്ടിക്കും അടക്കം വിമർശനമുണ്ട്. പക്ഷേ അവരത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൽ ഹമീദ് മാസ്റ്റർ, മലപ്പുറം ജില്ലയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹമീദ് മാസ്റ്റർ ഇത് പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ കൃത്യമായിട്ടുള്ള അറിവോടും അവരുടെ വാക്കുകളാണ്. അവർക്ക് വേണ്ടിയാണ് അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഇത് വ്യക്തമാക്കുന്നത്. ഇനിയും ഒരുപക്ഷെ മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണെങ്കിൽ മുസ്ലിം ലീഗ് പരസ്യമായ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തെത്തും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അബ്ദുൽ ഹമീദ് മാസ്റ്റർ. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം, ഇത് 24നാണ് ഇത്തരമൊരു പ്രതികരണം ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണം എന്ന രീതിയിലേക്ക് തന്നെയാണ് അതിനെ കണക്കിലെടുക്കേണ്ടത് എന്നതാണ് നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. കടുത്ത അതൃപ്തി ലീഗിനുണ്ട് മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ എന്നുള്ളതാണ്. ഇത്ര വലിയൊരു വിജയം എന്തിനാണ് നൽകിയത് എന്ന് വോട്ടർമാർ ചിന്തിച്ചു തുടങ്ങി എന്നതുൾപ്പെടെ രൂക്ഷമായ പ്രതികരണമാണ് അബ്ദുൽ ഹമീദ് മാസ്റ്ററുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.